മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ അതിജീവന മുഖമായി ലക്കിടിയിൽ ഒരു തട്ടുകട പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ദുരന്തത്തിനിരകളായ 3 ചെറുപ്പക്കാരാണ് ഈ തട്ടുകട തുടങ്ങിയത്. കായംകുളത്തെ ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡാണ് ഇവരുടെ ഉപജീവനത്തിനായി കട ഒരുക്കി നൽകിയത്. വയനാട് ജില്ലയുടെ കവാടം കടക്കുമ്പോൾ കാണാം മാനവ സ്നേഹത്തിന്റെ തട്ടുകട. മുണ്ടക്കൈ എന്നാണ് ഈ കടയ്ക്ക് പേര്. ഈ നാട് അതിജീവിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ സ്വദേശികളായ രാജേഷും ജിഷ്ണുവും ഇർഷാദും ഉറ്റ ചങ്ങാതിമാരാണ്. ദുരന്തം തകർത്തെറിഞ്ഞ ജീവിതങ്ങളിൽ ഇവരും ഉൾപ്പെടും. മുന്നോട്ടുള്ള വഴിയടഞ്ഞപ്പോൾ വെളിച്ചമായി മാറിയത് കായംകുളത്തെ ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡ്. വിദ്യാർത്ഥികളുടേതുൾപ്പെടെയുള്ള സംഭാവന ചേർത്ത് വെച്ചപ്പോൾ അത് 3 പേർക്കും വേണ്ടിയുള്ള തട്ടുകടയുടെ രൂപത്തിന് വഴിമാറി. ലക്കിടിയിലെ ചങ്ങലമരത്തിനടുത്ത് ഒരു അതിജീവന തട്ടുകട. ദുരിതങ്ങൾക്കിടയിൽ അതൊന്നുമില്ല. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചു. ഇവിടുത്തെ പൊതുപ്രവർത്തകർ, ബഹുമാനപ്പെട്ട MLA യഹിയ സാഹിബ്, ഇവരൊക്കെ നമുക്ക് നല്ല കൃത്യമായ ഗൈഡൻസ് നൽകി. അങ്ങനെ ധാരാളം ആളുകൾക്ക് പടച്ചവൻ്റെ കൃപയാൽ ഒരുപാട് ജീവനോപാധികൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഈ അതിജീവനത്തിൻ്റെ ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ദുരന്തബാധിതർക്ക് വേണ്ടി നിരവധി ഇടപെടലുകൾ ഇതിനകം ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡ് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരുന്നവർ മുഴുവൻ ഈ കടയിലൊന്ന് കയറണം, എന്നിട്ട് മുണ്ടകയുടെ രുചി ഒന്നറിയണം. 3 ചെറുപ്പക്കാർ, ജിഷ്ണു, രാജേഷ്, ഇർഷാദ്, 3 ആളുകൾക്കുള്ളതായിരിക്കുന്ന കട ഇത് നൽകിയിരിക്കുന്നത് കായംകുളത്തുനിന്ന് വന്നതായിരിക്കുന്ന ദീനിയാത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സൂഫിയാൻ ഉസ്താദും അവരുടെ കൂട്ടായ്മയാണ്. അവരുടെ കുട്ടികളുടെ നിന്ന് ശേഖരിച്ചതായിരിക്കുന്ന ഫണ്ടാണ്. ഇവരിവിടെ നടത്തിയ സേവനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും പലയിടത്തേക്ക് ചിതറിയ ഈ ചങ്ങാതിമാർക്ക് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപാധിയായി ഈ തട്ടുകട മാറും. ചുരം കയറിയെത്തുന്നവർക്ക് ചങ്ങലമരം കാണുന്നതിനൊപ്പം ഈ തട്ടുകടയിലും കയറി രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാം. ഉരുള് പൊട്ടുന്ന അന്ന് രാത്രി തൊട്ടിട്ട് ഭയങ്കര എന്താ വെച്ചാൽ 2 മണി ആ സമയങ്ങളിലായിരുന്നു ഉരുള് പൊട്ടിയത്. അതിനുശേഷം നമ്മളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പറ്റതായിരുന്നു. നമ്മളെ തൊഴിൽ കാര്യങ്ങളൊക്കെ എൻ്റെ ഫാമിലി തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടു. അതിൽ തന്നെ ഒരു 10-40 അടുത്തോളം അതിന് മേലെ കുറയൂല എന്തായാലും. എൻ്റെ ഫാമിലി മുണ്ടക്കായ ഏരിയയിൽ കൂടുതലും എൻ്റെ ഫാമിലീസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ വീടിന് ഡാമേജ് ഇല്ലെങ്കിലും വീടിൻ്റെ ചുറ്റുഭാഗം ഫുള്ളും കവർ ചെയ്തതുപോലെയാണ് വീടിനെ. 25 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ ഡ്രൈവറായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഗൾഫിൽ പോയി. അങ്ങനെ ക്യാൻസലാക്കി വന്ന് 2ാമത്തെ ആഴ്ചയാണ് ഉരുള് പൊട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾ 3 ആളും എന്തായാലും വെവ്വേറെ പോകും. എന്തായാലും വീട് നമുക്ക് പല സ്ഥലങ്ങളിലാണ് കിട്ടുക. പക്ഷെ ആ ഒരുമ എപ്പോഴും നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഒരു രൂപം കൊണ്ടാണ്. പക്ഷെ അതെന്തായാലും ദൈവം അവരെ കൊണ്ട് നമുക്ക് ആക്കി തന്നു. ഇത്രയും വലിയൊരു ഇത്രയും സാഹചര്യത്തിൽ നിന്ന് വന്ന് ഇങ്ങനൊരു പുതിയൊരു സംരംഭം തുടങ്ങാൻ വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ പോയവർക്കോട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു കൂട്ടുകാരനും ഒരുപാട് പേരുകളൊക്കെ കൂടെ പോയിട്ടുണ്ട്, കൂടെ പഠിച്ചവരും എല്ലാവരും പോയിട്ടിട്ട്. ഇതുപോലെ പലവിധമാർന്ന ചേർത്തുപിടിക്കലിലൂടെ ഈ നാട് അതിജീവന പാതയെ തേടുകയാണ്. ഈ കാലം മറികടന്നു പോകുമെന്ന ഉറപ്പ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നല്ലൊരു വാർത്തയാണ്. എന്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ. എങ്ങനെയായാലും ആ നാട്ടുകാരും അവർ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന എഫേർട്ടുകൾ അങ്ങനെ തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ അതിജീവിച്ച് വീണ്ടും പഴയ ജീവിതം അല്ലെങ്കിൽ പഴയതിനെ പോലെ അല്ലെങ്കിൽ കൂടി മറ്റൊരു രീതിയിൽ അവർ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതൊരു നല്ല സുഖമുള്ള കാഴ്ച തന്നെയാണ്.